എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം വൈജയന്തിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അലീന ബാലേന്ദ്രൻ്റെ കൂടെ പോയത് ഓർക്കുമ്പം എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുടുംബമായിരുന്നു അത്, എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും ഒക്കെ ആ പ്ലാനിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ചെറിയ സങ്കടമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭവതിക്ക് എഗ്രിമെൻ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്, വാടക വീടെടുത്തതിൻ്റെ. അന്നേരം അതൊക്കെ നോക്കിയിട്ട് ഭവതി ചോദിക്കും, അമ്മ അപ്പോൾ തീരുമാനിച്ചു തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. എന്നിട്ട് ഈ വീടമ്മ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു എന്ന് പറഞ്ഞ് ഫോണിൽ അതെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. അന്നേരം അത് നോക്കുമ്പം അത്യാവശ്യം അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭവതിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വാടക വീട്ടിലേക്കാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിലും മറ്റവൾ അലീന അവിടെ ഒരുപാട് നാൾ സുഖിച്ച് വാഴത്തൊന്നുമില്ല, എൻ്റെ ശാപം അവളുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന് പറയുമ്പോൾ നശിച്ച് പണ്ടാരും അടങ്ങി പോവും, ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെയല്ലേ ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ട് ബബിത. ഏതായാലും വീട്ടിൽ നിന്ന് മാറുന്നതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ബബിതയുടെ വൈജയന്തിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അതിനുശേഷം ബബിത ഓട്ടോ വിളിച്ചാണ് വീട്ടിലോട്ട് വരുന്നത്. ഓട്ടോക്കാരനും കൂലിയുടെ കാര്യത്തിൽ ബബിതയെ പറ്റിക്കുന്നുണ്ട്. 100 രൂപയാണ് എന്ന് പറയും. 200 കൊടുത്ത് കഴിയുമ്പം ചില്ലറ കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പകുതി കൊടുത്തിട്ടാണ് ഓട്ടോക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ബബിതയ്ക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ല. അവൾ നേരെ വീട്ടിലോട്ട് കയറി വരുന്നു. അന്നേരം കൃഷ്ണമോള് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അന്നേരം നീ എന്നെ ഡ്രസ്സ് മാറാത്തത് എന്ന് ചോദിക്കുമ്പം എനിക്ക് സ്കൂളിൽ വരെ പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നീ ഫുഡ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും ബബിത. അന്നേരം ഇല്ല, ചേച്ചി ഇങ്ങനെ വന്നിട്ട് കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് കഴിക്കാമെന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ഓടിപ്പോയി ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞ് കഴിക്കാനായിട്ടിരിക്കുക. അന്നേരം ബബിത വന്നിട്ട് എടി എനിക്കിപ്പോൾ ചോറ് വിളമ്പിത്തായെന്ന് പറയും. അന്നേരം അയ്യടി അങ്ങനെ മടിച്ച് വേണ്ട, കയ്യിലും കാലിനൊന്നും കുഴപ്പമില്ലല്ലോ, പോയി വിളമ്പി കഴിക്കുകയെന്ന് പറയുമ്പം കൃഷ്ണമോളുടെ ടിഫിൻ ബോക്സ് അവിടെ നിന്ന് അടിച്ചു മാറ്റുവേ. ഇത് മതി എനിക്കെന്ന് പറയുമ്പോൾ എന്തേ ഒരു അതിൽ തോന്നിയാസം കാണിക്കരുത് കേട്ടോ, ആ ഒരാളുടെയും ഭക്ഷണം ഇങ്ങനെ അടിച്ചു മാറ്റുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെപ്പിറപ്പിൻ്റെ അല്ലേ, അത് സാരമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് എടുത്ത് കഴിക്കാനിരിക്കുവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക്. കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ പോയി പാത്രത്തിൽ വേറെ ചോറ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് മാറിയിരിക്കുക. അന്നേരം ബബിത ചോദിക്കും, നീ എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പാത്രത്തിൽ കൈയിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കും, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നല്ലേ വന്നത്, എന്നിട്ട് നീ എന്താ അമ്മയെപ്പറ്റി വിശേഷമൊന്നും ചോദിക്കാത്തത് എന്ന്. അന്നേരം പറയും, ഞാൻ ഇന്നലെയും വിളിച്ചതാണ്, വലിയ വിശേഷമൊന്നും അവിടെ ഇല്ല എന്ന് എനിക്കറിയാമെന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞാൻ ചെന്നപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു, നിന്നെയും ചീത്ത പറഞ്ഞായിരുന്നു, അച്ഛൻ അലീനയുടെ കൂടെ പോയ കാര്യം വിളിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മ ബഹളം വെച്ചു എന്ന് പറയും. അന്നേരം അമ്മ അതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കമലാൻ്റി രാവിലെ ചെന്നായിരുന്നു, അന്നേരം പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വാടക വീട് എടുക്കുന്ന കാര്യം പറയും. അന്നേരം കൃഷ്ണമോള് ആകെ വിഷമത്തോടെ ചോദിക്കുവാണ്, അപ്പോൾ അമ്മ തീരുമാനിച്ചു തന്നെയാണോ ഈ കുടുംബം അപ്പോൾ സ്പ്ലിറ്റ് ആവുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉറപ്പല്ലേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് യാതൊരു വിഷമവും ഇല്ലേ എന്ന്. അന്നേരം എന്തിനാ വിഷമിക്കുന്നത്, അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ പോകുമെന്ന് പറയുമ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കണം ചേച്ചി, എങ്കിൽ ഈ കുടുംബം സ്പ്ലിറ്റ് ആകാതിരിക്കുള്ളൂ എന്ന് പറയുമ്പം ഒന്നിച്ച് നിൽക്കണം അമ്മയുടെ കൂടെ, നീ ഞങ്ങളുടെ കൂടെ പോരെ, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ രോഹിയേട്ടനും നമ്മുടെ കൂടെ വരും, അന്ന് അച്ഛന് മനസ്സിലാകും അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകും എന്ന് പറയുമ്പം ഇങ്ങനെ വിഷമത്തോടെ കുറച്ച് നേരം നോക്കി ഇരുന്നിട്ട് കൃഷ്ണമോള് പറയുക, കഷ്ടമെന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല എന്ന്. പിന്നെ കാണിക്കുന്ന DYSPയുടെ ഓഫീസിൽ അവരെല്ലാവരും ചെന്നു കേട്ടോ. അലീനയും ബാലേന്ദ്രനും അതുപോലെ കുരിയച്ചൻ്റെ മോൻ ജോബിച്ചനുമുണ്ട്. അവർ സംസാരിക്കുവാണ്. അപ്പോൾ ഒരു പരാതി പോലെ എഴുതി കൊടുത്തിട്ടുണ്ട് അവർ കാര്യങ്ങളൊക്കെ. അതൊക്കെ വായിച്ചതിന് ശേഷം DYSP അലീനയോട് ചോദിക്കുന്നുണ്ട്, നിന്നെയല്ലേ അന്ന് ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇറക്കി കൊണ്ടുവന്നത് എന്ന്. അന്നേരം അതെ എന്ന് പറയുമ്പം നീ അതിന് ശേഷം ആ കോളനിയിലേക്ക് പോയായിരുന്നോ, അതെന്തിനാണ് പോയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്, അവൾ ആകെ മനസ്സ് മടുത്ത് ആത്മഹത്യയുടെ വക്കിലായിരുന്നു, അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിൽ ഞാൻ അവിടെ പോയതാണെന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, നീ അങ്ങോട്ട് ചെന്നത് അവളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാനല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ അതിനൊന്നും വേണ്ടിയല്ല ഞാൻ അങ്ങോട്ട് പോയത്, അവൾക്ക് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ചെന്നപ്പോൾ ആകെ തളർന്നു കിടക്കുമായിരുന്നു, ഞാൻ അവൾക്ക് ധൈര്യം കൊടുത്തു, എഴുന്നേപ്പിച്ച് നടത്തിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ അവളുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു രഹസ്യം ചോർത്തിയെടുത്തത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇത് ഞാൻ ചോർത്തിയെടുത്തതല്ല, അവളെന്നോട് മനസ്സിൽ കുറ്റബോധം തോന്നിയപ്പം തനിയെ പറഞ്ഞതാണ് എന്നൊക്കെ പറയും. അന്നേരം DYSP ചോദിക്കുന്നുണ്ട്, നീ അന്ന് കോളനി പോയപ്പം നിന്നെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതല്ലേ, അന്ന് അതിൽ പ്രതികളായവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, നീ പരാതിയില്ല എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടേണ്ട അവസ്ഥ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. DYSPക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അന്നേരം അലീന പറയും, അത് അവർ മനഃപൂർവ്വം ചെയ്തതല്ല, തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത്, അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ്
പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീന പറയും, അവരെല്ലാം ചെറുപ്പക്കാരായിരുന്നു, അവരുടെ കുടുംബം തകരണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ജീവിതം പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പം, അങ്ങനെ എല്ലാവരെയും രക്ഷിച്ചോളാം എന്ന് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇച്ചിരി ദേഷ്യത്തോടെ സംസാരിക്കുവേ. അത് കഴിഞ്ഞ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് പോലീസുകാർക്കൊന്നും ചെയ്യാനില്ല. കാരണം ആദ്യം കൊടുത്ത മൊഴിയിൽ, ശരണ്യ ആദ്യം കൊടുത്ത മൊഴിയിൽ തന്നെ അത് എഴുതി വെച്ചേക്കുന്നത് രോഹിത്തും പീഡിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ഇനി നമുക്ക് അവിടെ പോയി ഒന്നും പ്രഷർ ചൊലുത്താൻ പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ ആ ശരണ്യയുടെ അച്ഛനും സമുദായ നേതാവും പാർട്ടി നേതാവും കൂടെ എന്നെ വന്ന് കണ്ടായിരുന്നു. അവർ പറഞ്ഞു, പ്രതിയുടെ വീട്ടിൽ നിന്നും ഒരു യുവതി അവിടെ ചെല്ലുന്നുണ്ട്, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലാത്ത കഥകളൊക്കെ അവർ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഇനി പോലീസ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ന്യൂസ് വരും, പോലീസ് വൻ തുക കൈക്കൂലി കൈപ്പറ്റിക്കൊണ്ട് അതിജീവിതയെ സ്വാധീനിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് വരും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് എന്തിനെ വെറുതെ പോയി കടന്നൽ കൂട്ടിൽ തലയിടുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും. അന്നേരം കുര്യച്ചനും ജോബിച്ചനും ഒക്കെ ചോദിക്കുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇതിൽ പറയുന്ന തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറ്റില്ല എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിരപരാധിയായ ഒരുത്തൻ ശിക്ഷിക്കപ്പെടുന്നത് നീതിയല്ലല്ലോ എന്ന്. അന്നേരം ഡിവൈഎസ്പി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിളിപ്പിക്കേണ്ട, അവൻ അവിടെ പോയത് ഇങ്ങനെയൊരു പീഡനം അവിടെ നടക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ, കാരണം പ്ലാനിങ്ങിൽ അവനുണ്ടായിരുന്നല്ലോ. അവിടെ ചെന്നപ്പം കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവനത് ചെയ്തില്ല, അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു, അതല്ലേ നടന്നത്, അല്ലാതെ അവൻ അത്ര പുണ്യാളൊന്നും അല്ലല്ലോ എന്നും ഡിവൈഎസ്പി പറയുന്നുണ്ട്. ഏതായാലും ഡിവൈഎസ്പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവർ വീട്ടിലോട്ട് എത്തുന്നു. അന്നേരം ബബിതയും കൃഷ്ണമോളും ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. വണ്ടി കൊണ്ട് നിർത്തി അലീനെ ഇറങ്ങുന്നത് ചോദിക്കും, നീ എന്താണ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊന്നും മാറാത്തത് എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും, ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, പോയ കാര്യം എന്തായി ചേച്ചി, എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുമ്പം, തോണി വീണ്ടും തിരുനക്കര തന്നെ എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് എന്ന് പറയും. അകത്തോട്ട് കയറുക, നിനക്ക് ഞാൻ ചായ എടുത്ത് തരാമെന്ന് പറഞ്ഞ് എന്നിട്ട് അലീനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ അകത്തോട്ട് കയറി വരുവേ. അന്നേരം ഭവത വന്ന് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തായി എന്ന്. അന്നേരം അതൊന്നും നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല എന്ന് പറയുമ്പം, ആകെ തളർന്നൊരവസ്ഥയിലാണ് ബാലേന്ദ്രൻ എന്ന് മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കുമ്പോൾ, അച്ഛാ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് പോകും ബബിത. അവിടെ ഇരുത്തി കഴിഞ്ഞ് ചോദിക്കും, എന്താ അച്ഛാ ഡിവൈഎസ്പി എന്താ പറഞ്ഞത്, അവർ സഹകരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, അവർ സഹകരിച്ചു, നമ്മുടെ കൂടെ ഡിവൈഎസ്പി ഓഫീസിൽ വന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷേ ഡിവൈഎസ്പിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ അകത്ത് ശരണ്യയുടെ മൊഴി പോലെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ, ആ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ആകെ വിഷമത്തിലാണ്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്താ വേണ്ടത്, പണമാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, പണമാണെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നല്ലോ, ഇത് പണമല്ല അവർക്ക് വേണ്ടത്, ചോരയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അന്നേരം അലീന അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കല്ലേ, എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാകുമെന്ന്. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമത്തോട് പറയുവാണ്, ഇങ്ങനെ ഭംഗിവക പറയാനല്ലേ സാധിക്കുകയുള്ളൂ, അല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം, അച്ഛന് ദേഷ്യം തോന്നരുത്, ഞാനൊരു കാര്യം പറയാം, എനിക്കിപ്പോഴും ശരണ്യയുടെ ആ ഒരു സ്വഭാവത്തിൽ, അവളുടെ മനസാക്ഷിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവൾ സത്യമേ കോടതിയിൽ പറയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം ഞാൻ അത്രത്തോളം സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ അലീന പറയുമ്പം ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ മുഖത്ത് വരുന്നുണ്ട് ബാലേന്ദ്രനെ, എങ്കിലും ആകെ വിഷമിച്ചിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന റൂമിൽ വന്ന് അലീന ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും രേവതിക്കുട്ടി വിളിക്കും. എന്നിട്ട് കുറച്ച് പരിഭവമൊക്കെ പറയും കേട്ടോ, അവിടെ രേവതിക്കുട്ടി കാണാതെ നേരത്തെ പോകുന്നില്ല ഇങ്ങോട്ട്, അതിൻ്റെ പരിഭവമൊക്കെ പറയും. അന്നേരം മോളെ അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു, കുരിയച്ചൻ്റെ കൂടെ കുരിയച്ച സാറിൻ്റെ കൂടെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ജോബിച്ചിനെയും കൂട്ടി കുരിയച്ചനും ഞങ്ങളുടെ കൂടെ ഡിവൈഎസ്പി ഓഫീസിൽ വന്നു, ഡിവൈഎസ്പിയോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കും, എന്നിട്ട് എന്തായി, രക്ഷപ്പെടുവോ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, പോലീസിന് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡിവൈഎസ്പി സാറ് പറഞ്ഞത്, കാരണം എല്ലാ കാര്യങ്ങളും ഇനി മുന്നോട്ട് പോകുന്നത് ശരണ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് അവൾ മാറ്റി പറഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിൽ അലീന. അന്നേരം അത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട്, ചേച്ചിയുടെ സഹോദരനായതുകൊണ്ട് ചേച്ചിക്ക് വിഷമം തോന്നും, പക്ഷേ എനിക്ക് അത്ര സഹതാപമൊന്നും തോന്നുന്നില്ല, അവൻ ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ചേച്ചി റൂമിൽ അടച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ അവൻ എന്ന് ചോദിക്കുമ്പം, അത് ഹരിയുടെ വാക്ക് കേട്ടോണ്ടല്ലേ എന്ന് അലീന പറയും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇതും കരിയുടെ വാക്ക് കേട്ടോണ്ട് തന്നെയല്ലേ ചെയ്യാൻ പോയത്, അന്നേരം അവൻ കുറച്ച് അനുഭവിക്കണം, അവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അവൻ പുണ്യാളനായിട്ടൊന്നും അല്ലല്ലോ അങ്ങോട്ടും പോയത്, അതുകൊണ്ട് ഞാനാണ് ജഡ്ജിയെങ്കിൽ അവന് ജാമ്യവും കൊടുക്കില്ലായിരുന്നു, അവനെ വിട്ടയക്കത്തുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അയ്യോ നീ ആകാത്തത് നന്നായി എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം കളിയാക്കൊന്നും വേണ്ട, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് LLB എടുത്ത് പയ്യെ ഒരു ജഡ്ജി ആകില്ലെന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്
എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കോടതിയിലേക്ക് പോകാൻ നിൽക്കുവാണ് കേട്ടോ ശരണ്യ. അപ്പോൾ ശരണ്യയോട് അച്ഛൻ പറയുന്നുണ്ട് അവരോടൊന്നും യാതൊരു കാരുണ്യം നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല എന്ന്. അതുപോലെ സമുദായ നേതാവൊക്കെ വന്നിട്ടുണ്ട്, അവരും പറയുന്നുണ്ട് മൊഴി മാറ്റി പറയരുത്, ആ മൊഴി തന്നെ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയോട് വൈജയന്തി വേറെ വാടക വീടെടുത്ത കാര്യമൊക്കെ കൃഷ്ണമോള് പറയുമ്പം അലീന പറയുവാണ് വാടക വീടെടുത്ത് മാഡം ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാലമൊന്നും ഞാനിവിടെ കാണില്ല, ഞാനിവിടുന്ന് പോകുമെന്ന് അലീന കൃഷ്ണമോളോടും പറയുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു.